ദിവാകരൻ. രചന അലക്സ് കെ ജോൺ. അധ്യായം 1. കാറ്റിന്റെ മർമ്മരം. ചായക്കട പുകകൊണ്ട് നിറഞ്ഞിരുന്നു. പുറത്ത് മഴ പെയ്തൊഴിഞ്ഞു. കാറ്റിൽ പുതുമഴയുടെ ഗന്ധവും നനവിന്റെ ശീതളത്വവും കലർന്നിരുന്നു. മേശപ്പുറത്ത് പകുതി നിറഞ്ഞ ചായക്കപ്പുകളിൽ നിന്നുയർന്ന മണവും റാന്തൽ വിളക്കിന്റെ ആടിയുലയുന്ന വെളിച്ചവുമൊക്കെ ഒരു വിചിത്രമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. ജോയി, മത്തായി, യോനാച്ചൻ മൂവരും പതിവുപോലെ പീടികയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. പിള്ളേച്ചൻ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, "കടി റെഡിയാണേ." അതിനിടയിൽ ജോയി തലചായിച്ചു പറഞ്ഞു, "നിങ്ങളറിഞ്ഞോ വടക്കേലെ ദാമുവിന്റെ കാര്യം?" ഒരു നിമിഷം അവിടെ നിഗൂഢമായ നിശബ്ദത പടർന്നു. "വെറുമൊരു മരണമല്ല," ജോയി ശബ്ദം താഴ്ത്തി പറഞ്ഞു. "മാടൻ പിടിച്ചതാന്ന സംസാരം." ആ പേരുച്ചരിച്ചപ്പോൾ അവരുടെയെല്ലാം ഉള്ളിൽ ഒരു ഭയത്തിന്റെ വിറയൽ പടർന്നു. മണ്ണെണ്ണ വിളക്കിന്റെ ജ്വാല ശക്തമായി ആടിയുലഞ്ഞു. മത്തായി വിറയലോടെയാണ് മറുപടി പറഞ്ഞത്. "രാവിലെ തന്നെ അപശകുനം പിടിച്ച വാർത്തയാണല്ലോടെ." യോനാച്ചൻ തന്റെ കപ്പ് നോക്കിക്കൊണ്ട് പ്രതികരിച്ചു, "ഇതൊക്കെ പണ്ടത്തെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയ അപസർപ്പക കഥകളല്ലേ? ഈ ആധുനിക കാലത്ത് ഇതൊക്കെ വിശ്വസിക്കുന്നല്ലോ. നിർത്തിപ്പോടെ." ഇത് പറയുമ്പോഴും അവന്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസം കുറവായിരുന്നു. അവരുടെ സംഭാഷണത്തിനിടയിൽ മഴയിൽ കുതിർന്ന വസ്ത്രത്തോടെ ദിവാകരൻ കടയ്ക്കകത്ത് കയറി വന്നു. മുഖത്തുകൂടി ഒഴുകുന്ന വെള്ളത്തുള്ളികൾ തുടച്ചുമാറ്റി ചെറുചിരിയോടെ അവൻ ചോദിച്ചു, "എന്താ പിള്ളേച്ച, പിള്ളേരെല്ലാം പേടിച്ചിരിക്കുന്നേ?" ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ചായക്കടക്കാരൻ പിള്ളേച്ചൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞു, "മാടനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം?" അയാളുടെ കണ്ണുകളിൽ പഴയ കഥകളുടെ തീക്ഷ്ണതയുണ്ടായിരുന്നു. പിള്ളേച്ചൻ അവർക്കരികിലേക്ക് നീങ്ങി നിന്ന് ആ ഭയാനകമായ കഥകൾ പറയാൻ തുടങ്ങി. "അവനൊരു നിഴലാണ്. അടുത്തുള്ളപ്പോൾ ജീവൻ മരവിപ്പിക്കുന്ന തണുപ്പാണ്. അവൻ കൊല്ലുകയല്ല, പേടിപ്പിച്ച് രസിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ വലിയച്ഛൻ അവനെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവന്റെ കാൽപ്പെരുമാറ്റം കരിയിലകൾ ഞെരിയുന്നതുപോലെയാണ്. ഇരുട്ടിൽ നിന്ന് നമ്മുടെ പേര് വിളിക്കുന്നതുപോലെ തോന്നും. ചിലപ്പോൾ ഇരുട്ടിൽ കനലെരിയുന്ന കണ്ണുകളോടെ, ചിലപ്പോൾ തീഗോളം നടന്നു പോകുന്നതുപോലെ. ഒരിക്കലും മുഴുവൻ രൂപം കാണാൻ കഴിയില്ല. കണ്ടാൽ തന്നെ ജീവൻ പോകും. അത്രയ്ക്ക് ഭീകരരൂപിയാണ്. അവൻ അരികിലുണ്ടെങ്കിൽ ഉള്ള വെളിച്ചം അണഞ്ഞുപോകും." അത് പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ കാറ്റ് കടയുടെ ജനലുകളും വാതിലുകളും കൊട്ടിയടച്ചു. ആ നിമിഷം റാന്തലിലെ നാളം ഒരു പിടച്ചിലോടെ അണഞ്ഞു. കടയ്ക്കുള്ളിൽ ശ്വാസം നിലച്ചുപോകുന്ന ഇരുട്ട് നിറഞ്ഞു. കാറ്റിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലായിരുന്നു. ആ നിശബ്ദത ഏതൊരലർച്ചയേക്കാളും ഭയാനകമായിരുന്നു. 3 പേരുടെയും കണ്ണുകൾ ഒരുമിച്ച് വാതിലിലേക്ക് തിരിഞ്ഞു. ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. നെഞ്ചിടിപ്പ് കൂടി. ആരും കാണാത്ത, എന്നാൽ എല്ലാവരും കേൾക്കുന്ന ഒരു മർമ്മരം അവിടെയാകെ പ്രതിധ്വനിച്ചു.